ഗിരീഷ്, സഭയ്ക്ക് പുറത്ത് എംഎൽഎമാർ നിരാഹാരം തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സഭയ്ക്ക് പുറത്ത്? പ്രതി സഭയ്ക്ക് പുറത്തും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് യുഡിഎഫിന്റെ തീരുമാനം. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. എംഎൽഎ ഹോസ്റ്റലിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഹർത്താലും ആചരിക്കുകയാണ്. ഇനി സഭയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ സഭയ്ക്ക് പുറത്ത് സഭാകവാടത്തിന് തൊട്ടുപുറത്താണ് ഈ 3 എംഎൽഎമാർ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, അനൂപ് ജേക്കബ് എന്നിവർ നിരാഹാരം അനുഷ്ഠിക്കുന്നു. അനിശ്ചിതകാല നിരാഹാരമാണ്. അതോടൊപ്പം തന്നെ KM ഷാജിയും ഷംസുദ്ദീനും മുസ്ലിം ലീഗിന്റെ 2 എംഎൽഎമാർ സത്യഗ്രഹം ഇരിക്കുന്നു. ഇവർക്ക് അനുഭവം പ്രകടിപ്പിച്ച് സത്യഗ്രഹം ഇരിക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അടുത്ത ദിവസം സഭാതലത്തിൽ എന്ത് രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗമായിരിക്കും തീരുമാനമെടുക്കുക. നേരത്തെ സുജി പറഞ്ഞതുപോലെ തന്നെ സഭയുടെ തുടക്കത്തിൽ തന്നെ ഇന്ന് ശബ്ദായമാനമായ അന്തരീക്ഷമായിരുന്നു. തുടർന്ന് സഭാ നടപടികൾ അവസാനിപ്പിച്ച് ധനാഭ്യർത്ഥനകൾ അടക്കം പാസാക്കി ഇന്നത്തേക്ക് നിയമസഭ പിരിയുകയായിരുന്നു. ഇനി നാളെയും സഭ ചേരുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു സമരമായിരിക്കും സഭയ്ക്കുള്ളിൽ സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ശക്തമായ പ്രക്ഷോഭത്തോടെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ യുഡിഎഫിന്റെ തീരുമാനം.